ഹലോ വെൽക്കം ടു രജനീസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. അതിൽ നമ്മൾക്ക് അരി കൊണ്ടുള്ള രണ്ട് മൂന്ന് ദോശയും ഒരു ഫ്രൈഡ് ഐറ്റവും പിന്നെ കുറച്ച് സാലഡ്സും 2 എഗ്ഗുമാണ്. നല്ല സമീകൃത ആഹാരമാണ്. നമ്മൾക്ക് എന്നും ഡയറ്റ് നോക്കുന്നവർക്ക് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ പഴംപൊരി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പഴംപൊരി അല്ല. കുറച്ച് തേങ്ങയൊക്കെ ഒരു 1/4 മുറി തേങ്ങ നല്ലപോലെ ഡ്രൈ ആയിട്ട് വെള്ളം വലിയാനായിട്ട് കടായിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അതിൽ വെള്ളം വറുത്തെടുക്കൊന്നും വേണ്ട, വെള്ളം വലിഞ്ഞാൽ മാത്രം മതി. വെള്ളം വലിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ പൊടിയായിട്ട് കിട്ടും. അതിനെ നമ്മൾ മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ബാറ്ററി തയ്യാറാക്കാൻ ഒരു പഴത്തിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി മതി. 1/2 കപ്പ് മൈദപ്പൊടി, പിന്നെ അതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ, 2 ഏലക്ക ചതച്ചത്, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു നുള്ളുപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 1/4 കപ്പോളം, കഷ്ടി 1/4 കപ്പ്, 1/4 പൊടി തികച്ചും വേണ്ട, വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കുക. നല്ല കട്ടിക്കുള്ള ബാറ്റർ വേണം തയ്യാറാക്കുക, എന്നാലേ അത് ഉണ്ടാക്കാൻ ശരിയാകത്തുള്ളൂ കേട്ടോ. അത് സ്പെഷ്യലായിട്ട് ഞാൻ പറയുന്നത് ഇച്ചിരി കട്ടിയോട് കൂടിയിട്ടുള്ള ബാറ്റർ വേണം തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ പീരയ്ക്കകത്ത് പഴം മുക്കിയത് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ചൂടുള്ള എണ്ണയിലോട്ട് ഇടാം. നല്ല പോലെ ക്രിസ്പി ആവുന്നത് വരെ സിമ്മിലിട്ട് വേണം വേവിക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ തേങ്ങാപ്പീരയൊക്കെ കരിഞ്ഞു. അപ്പോൾ നല്ല പോലെ സിമ്മിലിട്ട് വേവിച്ചെടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ക്രിസ്പി ടേസ്റ്റിയാണ്. ഭയങ്കര വെറൈറ്റി സ്വാദാണ്. തേങ്ങാപ്പീരയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തെ ഒരു സ്പെഷ്യൽ മണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്കായിട്ട് ഒരു 4 പഴംപൊരിയാണ് ഒരു പഴം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അടുത്തായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മറ്റ് ഐറ്റംസ് തയ്യാറാക്കാം. കുറച്ച് സാലഡ്സ്, കുറച്ച് കുക്കമ്പർ, കുറച്ച് ക്യാരറ്റ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം. ഇതെല്ലാം നമ്മൾ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നെയ്യിലോ വെണ്ണയിലോ വെളിച്ചെണ്ണയിലോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് വറുത്തെടുക്കാം, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിൽ സെർവ് ചെയ്യാൻ 2 കുട്ടി ദോശയും കുറച്ച് പൊടിയും പിന്നെ ഈ സാലഡ്സും 2 എഗ്ഗ് പുഴുങ്ങിയതും അതിലും ഞാനിപ്പോൾ കുരുമുളക് പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുരുമുളക് പൊടിയും തൂക്കിയിട്ട് ഇനി ഇഷ്ടമുള്ളവർക്ക് നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് കഴിക്കാം കേട്ടോ. ഞാൻ നാരങ്ങാനീര് ഉപയോഗിച്ചിട്ടില്ല. അന്ന് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുപോലെ വെറൈറ്റി ഐറ്റംസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.